ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്യാൻവ യൂസ് ചെയ്ത് ഒരു കസ്റ്റം ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് എങ്ങനെ ഒരു ബിസിനസ് കാർഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്യാൻവയിൽ തന്നെ ഒത്തിരി ബിസിനസ് കാർഡ്സ് അവൈലബിൾ ആണ്, ബിസിനസ് കാർഡ്സിൻ്റെ ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വേണ്ട കാര്യം ക്യാൻവ എന്ന് പറഞ്ഞാൽ ആപ്പ് വേണം, അത് ഓപ്പൺ ചെയ്യുക, ക്രിയേറ്റ് ഡിസൈനിൽ പോവുക, ബിസിനസ് കാർഡ് ലാൻഡ്സ്കേപ്പ് എന്ന് കൊടുക്കുക, ബിസിനസ് കാർഡ് ലാൻഡ്സ്കേപ്പ് എന്ന് കൊടുക്കുക. അപ്പോൾ ബിസിനസ് കാർഡിന് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ഫ്രണ്ട് പേജും ഉണ്ട്, ബാക്ക് പേജും ഉണ്ട്. അപ്പോൾ ഞാൻ റാൻഡമായിട്ടൊരു ബിസിനസ് കാർഡ് സെലക്ട് ചെയ്തു, ഞാനൊരു ഗ്രീൻ കാർഡ് സെലക്ട് ചെയ്തു, നമുക്കത് പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിൽ ഫ്രണ്ടും ഉണ്ട് ബാക്കും ഉണ്ട്. ഫൈൻ. അപ്പം ഫ്രണ്ടിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തു, എനിക്ക് ഈ പേരല്ല, എൻ്റെ പേര് ഇടണം, എൻ്റെ പേരല്ല, ഞാൻ റാൻഡം നെയിം ഇടാം. ഞാനിവിടെ സച്ചിൻ സാഹ എന്നിട്ടു. ഫൈൻ. എനിക്ക് എൻ്റെ ലോഗോ അല്ലല്ലോ, അപ്പം എനിക്ക് ഡിഫറെൻറ്റ് ലോഗോ ആണ്. ഞാൻ ചുമ്മാ ഇവിടെ നിന്ന് ഒരു ലോഗോ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് നിങ്ങളുടെ കമ്പനിക്ക് ലോഗോ വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫിനിക്സ് ലോഗോ സെലക്ട് ചെയ്തു. മറ്റേ ലോഗോ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എല്ലാം എഡിറ്റബിളാണ്, എല്ലാം കസ്റ്റമൈസബിളുമാണ്. ആ ലോഗോ കൊടുത്തു, എൻ്റെ പുതിയ ലോഗോയ്ക്ക് ഞാൻ ഗ്രീൻ കളർ കൊടുത്തു. ഫൈൻ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട? എനിക്ക് ഫിനാൻസ് മാനേജർ അല്ല, ഞാൻ മാർക്കറ്റിംഗ് മാനേജറാണ്. ഓക്കെ ഫൈൻ. ഓക്കെ, മാർക്കറ്റിംഗ് മാനേജർ കൊടുത്തു. എനിക്ക് കൊടുക്കേണ്ടത് മാർക്കറ്റിംഗ് മാനേജറാണ്. നിങ്ങളുടെ ഡെസിഗ്നേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ. ഇനി എനിക്ക് ഗ്രീൻ ഇഷ്ടപ്പെട്ടില്ല. ഫൈൻ. എനിക്ക് ഗ്രീൻ അല്ല വേണ്ട, എനിക്ക് ബ്ലൂ വേണ്ട. ഫൈൻ, ഒന്നുമില്ല, ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് ബ്ലൂവിലോട്ട് പോവുക, ബ്ലൂ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിന് തന്നെ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഉണ്ട്. അതേപോലെ നമുക്ക് ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കൊടുക്കാം. ജസ്റ്റ് ഫോർ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ ലോഗോയുടെ കളർ മാറ്റാം. ഓക്കെ, ഇതെല്ലാം കസ്റ്റമൈസബിളാണ്, അതാണ് കാണിക്കുന്നത്. ഞാൻ ഈ ലോഗോയുടെ കളർ ഞാൻ മാറ്റി, ഐക്കൺസിൻ്റെ കളർ മാറ്റാം. എല്ലാം എഡിറ്റബിളാണ്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാർഡായി കഴിഞ്ഞു. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള പോലെ എഡിറ്റ് ചെയ്യാം. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു ബിസിനസ് കാർഡാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. ഇതിൻ്റെ ബാക്ക് പേജ് നമുക്ക് അതേപോലെ സെയിം കൊടുക്കാം. ലൈറ്റ് ബ്ലൂ നമുക്ക് ബാക്ക് പേജ് കൊടുക്കാം. നമുക്കറിയാമല്ലോ, നമ്മുടെ നേരത്തെ ചേഞ്ച് ചെയ്തു നമ്മുടെ ലോഗോ. അപ്പോൾ അത് നമുക്ക് ഇവിടെയും ചേഞ്ച് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ എലമെൻറ്റ്സിൽ പോയി എടുത്ത ഒരു ലോഗോ ക്ലിക്ക് ചെയ്യുക. അത് ലോഗോയും നമ്മൾ ചേഞ്ച് ചെയ്യും. നമ്മൾ ലോഗോയും ബ്ലൂ കളറാണ് കൊടുത്താൽ ബ്ലൂ കളറിലോട്ട് കൊടുക്കാം. കമ്പനിയുടെ പേര് ലിസീറിയ എന്നല്ല. ഫൈൻ. എൻ്റെ കമ്പനിയുടെ പേര് സ്കൈടെക് ആണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും? സ്കൈടെക് അത് സെലക്ട് ചെയ്യുക, സ്കൈടെക് എന്ന് കൊടുക്കുക, ടൈപ്പ് ചെയ്യുക, സ്കൈടെക്, സ്കൈ മാർക്കറ്റിംഗ് കൊടുക്കുക. ഫൈൻ. നമുക്കിതിൻ്റെ ഫോണ്ട് മാറ്റാൻ പറ്റും, ഫോണ്ട് സൈസ് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഫോണ്ട് അത്ര അപ്പീലിംഗ് അല്ല, ഒരു ഫോണ്ട് നമുക്കൊരു വേറൊരു ഫോണ്ട് കൊടുക്കുക. അപ്പോൾ എന്താ ചെയ്യുക? ജസ്റ്റ് ആ സ്കൈ മാർക്കറ്റിംഗ് ക്ലിക്ക് ചെയ്യുക, ഒരു ഫോണ്ട് കൊടുക്കുക. 2 നോർവെസ്റ്റർ കൊടുക്കുക. നോർവെസ്റ്റർ ഫോണ്ട് കൊടുത്തു. അത് കുറച്ച് നല്ല ഫോണ്ടാണ്, കൊടുത്തു. ഫൈൻ. ഇപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഫ്രണ്ട് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ബാക്ക് പേജും ക്രിയേറ്റ് ചെയ്തു. ഇത് കസ്റ്റമൈസബിൾ എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന ടെംപ്ലേറ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇനി സ്ക്രാച്ചിൽ നിന്നൊരു ബിസിനസ് കാർഡ് എങ്ങനെ ഉണ്ടാക്കും, അത് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഉള്ള എലമെൻറ്റ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഒരു വീഡിയോ അടുത്ത് ഞാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ അത് സെറ്റായി. നമുക്ക് ആ വൈറ്റ് മാറ്റി നമുക്ക് എന്ത് ഇഷ്ടമുള്ള കളറോട് കൊടുക്കുക. വൈറ്റ് ആക്ച്വലി അപ്പീലിംഗ് ആയിരുന്നു, എന്നാലും നിങ്ങൾക്ക് അതും മാറ്റാൻ പറ്റും, അതും ചേഞ്ച് ചെയ്യാൻ പറ്റും. എവറിത്തിങ് ഈസ് ചേഞ്ചബിൾ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എല്ലാം എഡിറ്റബിളാണ്, എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും റാൻഡമായിട്ട്. ഞാനിവിടെ ഒരു ഗ്രേ കൊടുത്തു, സിമ്പിൾ, ഇത്രേ ഉള്ളൂ. അങ്ങനെ ഇത് വളരെ സിമ്പിളായിട്ട്. ഇനി ഇത് ഡൗൺലോഡ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പ്രിൻറ്റ് ഷോപ്പിൽ പോയിട്ട് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്ത ഫയൽ കൊടുത്താൽ മതി, നിങ്ങളുടെ ബിസിനസ് കാർഡ്. കാര്യം ക്യാൻവ അതേ ടെംപ്ലേറ്റിലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും എളുപ്പമാണ്. നിങ്ങൾ ഈ കാശ് മുടക്കി ബിസിനസ് കാർഡ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഫോട്ടോ ഉള്ളൊരു ബിസിനസ് കാർഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. പിക്ചറുള്ള ബിസിനസ് കാർഡ്സ് ഉണ്ടല്ലോ. ഓക്കെ, ഇതൊരു പിക്ചറുള്ള ബിസിനസ് കാർഡ്സ് ഉണ്ട്. ഇതിലും അതേപോലെ ഒത്തിരി ടെംപ്ലേറ്റ്സ് ക്യാൻവയിൽ അവൈലബിൾ ആണ്. ക്യാൻവയിൽ ഫ്രീ ടെംപ്ലേറ്റ്സും അവൈലബിൾ ആണ്, പ്രോ ടെംപ്ലേറ്റ്സും അവൈലബിൾ ആണ്. പ്രോ വെർഷനിലേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പിക്ചറുള്ള ബിസിനസ് കാർഡ് എടുത്തു. ഇത് കുറച്ച് കുഴപ്പമില്ല. ഇനി ആ പിക്ചർ ചേഞ്ച് ചെയ്യാനും പറ്റും. പിക്ചർ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ നിങ്ങളല്ല, ഇപ്പോൾ ഹാർപ്പർ റൂസോ, ഫൈൻ, അത് മാറ്റി ഇതിപ്പോൾ നിങ്ങളുടെ മാറ്റണമെന്ന് വെച്ചിട്ട് പിക്ചർ ഡിലീറ്റ് ചെയ്യുക. പിക്ചറിൽ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ഇമേജ് കൊടുക്കുക, പിന്നെ നിങ്ങളുടെ പിക്ചർ കൊടുക്കുക. അപ്പോൾ ഞാൻ റാൻഡമായിട്ടൊരു പിക്ചർ കൊടുക്കുകയാണ്.
ഓക്കെ ഫൈൻ, ഞാൻ പിക്ചർ മാറ്റി. അതിപ്പോൾ നിങ്ങളുടെ കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമുള്ളൂ. ഞാനിതിൽ എൻ്റെ പേര് ഡേവിഡ് എന്ന് കൊടുക്കാം. ഫൈൻ, ഡേവിഡ്. ഓക്കെ, അപ്പോൾ അതാണ് ബിസിനസ് കാർഡ്, ഫോട്ടോ ഉള്ള ബിസിനസ് കാർഡ്. ഇപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേറൊന്ന് നോക്കാം. ഇനി ഇത് ഒരു റാൻഡം ഇമേജ് നമുക്കൊരു വേറൊരെണ്ണം എടുക്കാം. ഈ ഒരു ബിസിനസ് കാർഡിൽ ഇത് ഡാനിയൽ ഗലേഗോ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. ഞാനൊരു രാഹുൽ SA എന്നോ അങ്ങനെ എന്തെങ്കിലും രാഹുൽ സാ അങ്ങനെ കൊടുക്കും. ഫൈൻ, കുഴപ്പമില്ല. അപ്പോൾ DG എന്നാണ് കൊടുക്കുന്നത് നേരത്തെ ഉള്ള പേരിന്. അപ്പം നമുക്കത് മാറ്റാം. രാഹുൽ സാ അല്ലേ, RS. കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് ആണ് ഈ സംഭവം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ഇഷ്ടമുള്ള പോലെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. കസ്റ്റം ബിസിനസ് കാർഡ് ഔട്ട്സോഴ്സ് ചെയ്യാതെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.